നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ തുക അനുവദിച്ചെങ്കിലും പലർക്കും ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയെന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. ഈ മാസം 24 മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും ജൂൺ 5 മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാകുമെന്നായിരുന്നു നിർദ്ദേശം. ആദ്യം നമുക്കറിയാം, മെയ് മാസം 21 പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ അന്ന് പെൻഷൻ വിതരണം ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മെയ് മാസം 24 പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും പെൻഷൻ വിതരണം തുടങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുള്ളത്. ഈ മാസം 24 മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും ജൂൺ 5 മുമ്പായിരുന്നു ഈ ഒരു പെൻഷൻ വിതരണം അവസാനിപ്പിക്കേണ്ട തീയതി. എന്നാൽ പലർക്കും ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ ബാങ്ക് ഇടപാടുകളിൽ ഉണ്ടാകുന്ന കാലതാമസമാണ് പെൻഷൻ ലഭിക്കാൻ വൈകുന്നത് എന്നായിരുന്നു ഗുണഭോക്താക്കൾ കരുതിയിരുന്നത്. എന്നാൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ടും പണം അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടില്ല. പെൻഷൻ സോഫ്റ്റ്വെയറിലുണ്ടായ പ്രശ്നങ്ങളാണ് പെൻഷൻ വൈകാൻ കാരണമെന്നാണ് ഇപ്പോൾ പെൻഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. ഈ ഒരു സോഫ്റ്റ്വെയർ പുനഃക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരുള്ളത്. നമുക്കറിയാം, കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഒരേ സമയം അക്കൗണ്ടുകളിലേക്ക്, അതായത് ലക്ഷക്കണക്കിന് ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു പണം നിക്ഷേപിക്കാൻ സംസ്ഥാന സർക്കാരിന് മുൻപും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പണം നിക്ഷേപിക്കുന്ന സോഫ്റ്റ്വെയറിലുണ്ടായ തകരാറ് മൂലമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം വൈകുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ പുനഃക്രമീകരിക്കുകയും നന്നാക്കിയാൽ അതിനുശേഷം ഈ ഒരു അക്കൗണ്ടുകളിലേക്ക്, അതായത് നമ്മളുടെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ധനജെരുക്കത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 5 ഗഡുക്കൾ കുടിശ്ശികയാകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതിൽ നിന്നും 2 ഗഡു പെൻഷൻ, അതായത് കുടിശ്ശികയായിരുന്ന 5 മാസത്തെ പെൻഷൻ തുകയിൽ നിന്ന് 2 മാസത്തെ പെൻഷൻ തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു തീർത്തിരുന്നു. ബാക്കിയുള്ള 3 ഗഡു പെൻഷൻ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നായിരുന്നു ധനമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അറിയിപ്പിൽ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു സാമ്പത്തിക വർഷം ആദ്യം തന്നെ 1 ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം മെയ് മാസത്തെ പെൻഷനോടൊപ്പം 1600 രൂപ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ 50 ലക്ഷത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് 1850 കോടി രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അത് കൃത്യമായി പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ സംസ്ഥാന സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സോഫ്റ്റ്വെയറിലെ തകരാറ് ഇന്നും നാളെയുമായി പരിഹരിച്ചുകൊണ്ട് പെൻഷൻ വിതരണം നടത്തുവാനാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പെൻഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നമുക്ക് വന്നിരിക്കുന്ന അറിയിപ്പ്. എന്നാൽ നിലമ്പൂരെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ മുടങ്ങിയതും പെൻഷൻ കുടിശ്ശികയാകുന്നതും ഒക്കെ വലിയ ചർച്ചയായി തന്നെ കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൂടുതൽ പ്രതികരണങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ശരിവെക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിതരണം പോവുകയില്ല. കൃത്യമായി തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു പെൻഷൻ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൈകളിലേക്കുമൊക്കെ വിതരണം ചെയ്യാൻ കഴിയുമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നമുക്കറിയാം, നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും പെൻഷൻ ലഭിക്കുമോ എന്ന് നിലമ്പൂരെ ജനങ്ങൾക്ക് ആശങ്ക കാണും. എന്നാൽ ഒരാശങ്കയും വേണ്ട. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള 3200 രൂപ പെൻഷനും നിലമ്പൂരിൽ വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ വീഡിയോയുടെ താഴെ പല ആളുകളും 3200 രൂപ ലഭിച്ചതായും കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ പെൻഷൻ തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ അതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് വലിയ ഉപകാരമാകും. എന്തുതന്നെയായാലും ബാക്കിയുള്ള ആളുകൾക്കും പെൻഷൻ ഇന്നും നാളെയും ഒക്കെ ആയിട്ട് അവരുടെ അക്കൗണ്ടുകളിലും കൈകളിലും ഒക്കെ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിശദമായ അറിയിപ്പിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്